നമസ്കാരം. തിരുവനന്തപുരം മണ്ഡപത്തിൻകടവ് പൂഴനാട് നവജാത ശിശു മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹതയെന്ന് പോലീസ്. പ്രസവം നടന്നത് ഭർത്താവോ വീട്ടുകാരോ അറിയാതെയാണെന്ന വെളിപ്പെടുത്തലാണ് കേസിനെ സങ്കീർണമാക്കുന്നത്. പൂഴനാട് പ്ലാവിള വീട്ടിൽ ഷംനയുടെ കുഞ്ഞാണ് മരിച്ചത്. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയത്തിൽ ആര്യങ്കോട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഭർത്താവ് അൽത്താഫ് വീട്ടിലെത്തുമ്പോൾ ഷംന വയറുവേദന കാരണം അവശനിലയിലായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതിനിടെ മുറിയിൽ പരിശോധിച്ചപ്പോഴാണ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണിക്കെട്ട് കണ്ടതെന്ന് അൽത്താഫ് മൊഴി നൽകി. അസുഖ അവസ്ഥയിലായ യുവതിയെ കാട്ടാക്കട മമൽ ആശുപത്രിയിലാണ് കൊണ്ടുവന്നത്. ഇവരാണ് പോലീസിന് വിവരം അറിയിച്ചത്. അങ്ങനെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ദുരൂഹതയുണ്ടെന്ന് പോലീസും സംശയിക്കുന്നു. ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുൻപ് ഇറച്ചിക്കട തൊഴിലാളിയെ അൽത്താഫ് തുണിക്കെട്ട് പരിശോധിച്ചപ്പോഴാണ് അതിനുള്ളിൽ ചോര കുഞ്ഞിനെ കണ്ടത്. ഉടൻ തന്നെ കുഞ്ഞിനെയും ഷംനയെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ കഴുത്തിലും നെഞ്ചിലും മുറിവുകൾ കണ്ടതിനെ തുടർന്ന് ഡോക്ടർമാർക്ക് സംശയം തോന്നുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. കുട്ടിയെ വകവരുത്തിയതാണോ എന്നും സംശയമുണ്ട്. തന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന വിവരം താനോ വീട്ടിലെ മറ്റുള്ളവരോ അറിഞ്ഞിരുന്നില്ല എന്നാണ് അൽത്താഫ് പോലീസിനോട് പറഞ്ഞിരുന്നത്. 10 മാസത്തോളം നീണ്ട ഗർഭകാലം കൂടെ കഴിയുന്ന ഭർത്താവ് പോലും അറിയാത്തത് എങ്ങനെയെന്ന കാര്യത്തിൽ പോലീസിന് വലിയ സംശയമുണ്ട്. അടിമുടി ദുരൂഹമാണ് സംഭവമെന്ന് പോലീസും പറയുന്നു. 3 വർഷം മുൻപായിരുന്നു അൽത്താഫിന്റെയും ഷംനയുടെയും വിവാഹം. ഇവർക്ക് 2 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുണ്ട്. നിലവിൽ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷംന. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാകൂ. വീട്ടിൽ വെച്ച് പ്രസവം നടന്ന സാഹചര്യവും കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകളും കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഭവത്തിൽ ആര്യങ്കോട് പോലീസ് വിശദമായ മൊഴിയെടുപ്പും അന്വേഷണവും നടത്തിവരികയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും പോലീസും. തിരുവനന്തപുരം പൂഴനാട് നടന്ന നവജാത ശിശുവിന്റെ മരണം നാടിനെ നടുക്കുന്നതിനൊപ്പം നിരവധി ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നുണ്ട്. 10 മാസം നീണ്ട ഗർഭാവസ്ഥ കൂടെ കഴിയുന്ന ഭർത്താവോ വീട്ടുകാരോ അറിഞ്ഞില്ലെന്ന് മൊഴി വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകൾ സ്വാഭാവിക മരണമല്ലെന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നു. ഈ സാഹചര്യത്തിൽ ബോധപൂർവമായ ശിശുഹത്യ നടന്നോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ചികിത്സയിലുള്ള ഷംനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാലുടൻ വിശദമായ മൊഴിയെടുക്കാനാണ് ആര്യങ്കോട് പോലീസിന്റെ തീരുമാനം. യുവതിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും ഭർത്താവ് അൽത്താഫിന്റെ വെളിപ്പെടുത്തലുകളും ശാസ്ത്രീയമായി ഒത്തുനോക്കേണ്ടതുണ്ട്. ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ള പോലീസ് വീടിനുള്ളിൽ നടന്ന കാര്യങ്ങളുടെ കൃത്യമായ ചിത്രം ലഭിക്കാൻ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്. സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. കുഞ്ഞ് ജനിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നു എന്നും ശരീരത്തിലെ മുറിവുകൾ എങ്ങനെ സംഭവിച്ചു എന്നും ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാകും. സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവത്തിൽ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നതോടെ നാടിനെ ഞെട്ടിച്ച ഈ ദാരുണ സംഭവത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വെളിപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.